തമിഴ്നാട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വിജയ് അധികാരത്തിലേക്ക് എത്തി. ഇന്ന് അദ്ദേഹത്തിന് വിശ്വാസ വോട്ടെടുപ്പിൽ വളരെ വലിയ വിജയമുണ്ടായി. 140ലധികം എംഎൽഎമാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഇന്ന് സഭയിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ വിജയുടെ മുഖത്തെ ആ ഒരു ദുഃഖഭാവം ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. അതായത് സാധാരണ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ആദ്യ തവണ തന്നെ അവർക്ക് വലിയ വിജയം നേടാൻ കഴിയുന്നു. സ്വാഭാവികമായിട്ട് വലിയ സന്തോഷം, ആ ഒരു ഊർജ്ജസ്വലത, ആ ഒരു പ്രസരിപ്പും ആ ഒരു ഒരു പോസിറ്റീവ്നെസ്സും ഒക്കെ ആ ഒരു സമയത്ത് അതിൻ്റെ നേതാവിൽ കാണേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ജയിച്ച സമയത്ത് നേതാക്കളുടെ ഒരു സന്തോഷവും ആഘോഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ തമിഴ്നാട്ടിൽ വിജയ് വലിയ വിജയം നേടി. അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം സിനിമാറ്റിക് സ്റ്റൈലിലുള്ള ഒരു പ്രസംഗമൊക്കെ കാഴ്ചവെച്ചു. ഈ വിജയ്ക്ക് നിങ്ങളുടെ ആരുടെയും ഒരു രൂപ പോലും വേണ്ട, ഞാൻ എടുക്കമാട്ടെ, ഞാൻ തൊടമാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്രസംഗമൊക്കെ നടത്തിയെങ്കിലും വിജയുടെ മുഖത്ത് ഒരു ഒരു വിഷാദം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ദുഃഖിതനായിട്ടാണ് പലപ്പോഴും കാണപ്പെടുന്നത്. ഒരുപക്ഷെ അതൊരു തോന്നലാകാം. സമൂഹ മാധ്യമങ്ങളിൽ ഇതൊരു ചർച്ചയായിട്ടുണ്ട്. വിശേഷിച്ച് X.com ഇത് വളരെ വലിയൊരു ചർച്ചയായി. അപ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ശരിക്കും വിജയ് അങ്ങനെ ഒരു ഒരു ദുഃഖിതനായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണോ? എന്തെങ്കിലും ഒരു ഒരു ദുഃഖം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചർച്ചാ വിഷയമാണ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വിജയ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ആദ്യമായിട്ട് DMKയ്ക്കും AIADMKയ്ക്കും എതിരെ മത്സരിക്കുകയാണ്. രണ്ട് പ്രബലരായ പാർട്ടികളാണ്. BJP അവിടെ ശക്തമായിട്ടുണ്ട്. അപ്പം മത്സരിക്കുന്ന സമയത്ത് കുറച്ച് സീറ്റുകൾ ചിലപ്പോൾ പിടിച്ചേക്കാം, കുറച്ച് സീറ്റുകളിൽ ജയിച്ചേക്കാം, താനും ചിലപ്പോൾ ജയിച്ചേക്കാം. ഒരു ഒരു സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം കൂടെ തുടർന്നു കൊണ്ടുപോകാം എന്നൊരു പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകാം. എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയ ഈ വിജയം അദ്ദേഹം പ്രതീക്ഷിക്കാത്തത് ഒരു വലിയൊരു വിജയമാണെങ്കിലോ, പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള ഒരു വിജയമാണെങ്കിലോ, വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്തകൾ വന്ന സമയത്ത് തന്നെ അദ്ദേഹം പലപ്പോഴായിട്ട് അതിൽ നിന്ന് പിന്മാറി എന്ന വാർത്തകളും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിനായിരുന്നു വിജയ് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നത് എന്ന് ആ സമയങ്ങളിൽ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് വിജയ് ജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പുറകിൽ ഈ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാ തീരുമാനങ്ങളും എടുത്ത് കൂടെ നിന്ന ചില വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളെ കുറിച്ചും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിലെ ബുദ്ധിജീവികളെ കുറിച്ച്, ഈ ഇലക്ഷൻ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് വിജയുടെ ആ ഒരു സ്റ്റാർഡം യൂസ് ചെയ്ത് അദ്ദേഹത്തിനെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചതിൽ വലിയൊരു പങ്ക് വഹിച്ച, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച, ചരട് വലിച്ച ആളുകളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അപ്പോൾ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നതാണോ, അതുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒരു ധർമ്മസങ്കടമാണോ? അദ്ദേഹം ജയിച്ചും പോയി. ഈ സാധാരണ ഒരു സിനിമാ സ്റ്റാർ എന്ന് പറയുമ്പോൾ അത്ര റിസ്ക് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ കരിയർ മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന് ലൈഫിൽ എടുക്കേണ്ടി വരുന്നില്ല. സിനിമാ അഭിനയം ഒട്ടും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ നേതാവിന് വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആവുക എന്ന് പറയുന്നത് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ തലയിലെടുത്ത് വയ്ക്കുകയാണ്, വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. സാധാരണ രീതിയിൽ മികച്ച ഒരു ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർഡം കയ്യിലുണ്ടായിരുന്ന ഒരാൾ, അതോടൊപ്പം തന്നെ വളരെ ലക്ഷറിയസ് ലൈഫ് നയിച്ചിരുന്ന ഒരാൾ, അദ്ദേഹത്തെ എല്ലാവരും ആരാധനയോടെയും ബഹുമാനത്തോടെയും മാത്രമേ അദ്ദേഹത്തിനെ കാണുന്നുള്ളൂ. അദ്ദേഹത്തിനെ കാണാൻ ആരാധകരുടെ വലിയ തിരക്കാണ്. രാഷ്ട്രീയ നേതാക്കൾ ഏത് പാർട്ടിക്കാരുമാകട്ടെ അദ്ദേഹത്തോട് വലിയ സ്നേഹമാണ്, ബഹുമാനമാണ്. പുഞ്ചിരിക്കുന്ന മുഖങ്ങളെ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ അദ്ദേഹത്തിന് ആദ്യമായിട്ട് രാഷ്ട്രീയ എതിരാളികളെ അദ്ദേഹത്തിന് കാണേണ്ടി വരികയാണ്. അദ്ദേഹത്തിനെ വകവയ്ക്കാത്ത, മുഖത്ത് നോക്കാത്ത, മൈൻഡ് ചെയ്യാത്ത ആളുകളെ കാണേണ്ടി വരികയാണ്. അദ്ദേഹത്തിനെ വിമർശിക്കുന്നവരെ കാണേണ്ടി വരികയാണ്. ചിരിച്ചതല്ലാത്ത മുഖങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും കാണേണ്ടി വരികയാണ്. വളരെ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയാണ്. സോ ആ ഒരു ഒരു അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായ ഒരു ചേഞ്ച്, ആ ചേഞ്ച് അതിനോട് പൊരുത്തപ്പെടാൻ ഒരുപക്ഷെ അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ടാവാം. അതുകൊണ്ടുണ്ടാവുന്ന ടെൻഷനോ അല്ലെങ്കിൽ വിഷമങ്ങളോ ആയിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് പലപ്പോഴായി കാണുന്നത്. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിഷയങ്ങളായിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയം എന്ന കരിയർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവാം. ഒരു നഷ്ടബോധം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. എന്തിനായിരുന്നു ഇതൊക്കെ? മര്യാദയ്ക്ക് അഭിനയത്തിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സുഖലോലുപതയുള്ള ഒരു ജീവിതം നയിക്കാം. ഇത്രയും കാലം ആർഭാടപൂർവ്വം ജീവിതം നയിച്ച ഒരാളാണ്, വളരെ സമ്പന്നനായിട്ടുള്ള ഒരാളാണ്. ഒരു ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിന് എടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ ഒരു സംസ്ഥാനം ഭരിക്കുക എന്ന് പറയുന്നത് ഭാരിച്ച റെസ്പോൺസിബിലിറ്റിയാണ്. MGRമായിട്ടൊക്കെ വിജയെ പലരും കമ്പയർ ചെയ്യുന്നുണ്ട്. ശരിക്കും MGR എന്ന് പറയുന്നത് നേരത്തെ തന്നെ
സിനിമാ അഭിനയത്തോടൊപ്പം തന്നെ അദ്ദേഹം രാഷ്ട്രീയ ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളുമാണ്. രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു സിനിമാ താരമായിരുന്നു MGR. അപ്പൊ അതുകൊണ്ട് MGRനെ സംബന്ധിച്ചിടത്തോളം അധികാരം അദ്ദേഹത്തിന് വളരെയധികം ഒരു ഹരമായിട്ടുള്ള ഒന്നായിരുന്നു. അദ്ദേഹം അധികാരം ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം. വിജയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് സിനിമാ മേഖലയുമായി വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള വഴി വളരെ എളുപ്പമായിരുന്നു. വളരെ വർഷങ്ങളായിട്ട് സിനിമ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ സിനിമ അദ്ദേഹത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. പഴയ സിനിമാ നടനായിട്ട് അദ്ദേഹത്തിന് ബിഗ് സ്ക്രീനിൽ വരാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സ്റ്റാർഡത്തെ അത് ബാധിക്കുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ട്. പിന്നെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ, ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു തീരുമാനം തിരുത്തേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ജോത്സ്യനായിരുന്ന ആളെയോ മറ്റോ നിയമിച്ചിട്ട് ഇപ്പോൾ അത് അദ്ദേഹത്തിന് തിരുത്തേണ്ടതായിട്ട് വന്നു. അത് കോടതിയിലേക്ക് പോയി. തൊട്ടതും പിടിച്ചതും ഒക്കെ വിവാദമായിട്ട് മാറുന്നു. ശരിക്കും എന്ത് ചെയ്യണം, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണല്ലോ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ അവിടെ അസാധ്യം എന്ന് കരുതിയിരുന്ന ഒരു വിജയമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയുമോ? എങ്ങനെ ജനങ്ങളോട് ഇടപെടും? വിജയ് അങ്ങനെ ഒരു ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. സിനിമാ ശൈലിയിൽ അദ്ദേഹത്തിന് കുറെ ഡയലോഗുകൾ പറയാൻ കഴിയും എന്നതിനപ്പുറം നിങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ മതി. വളരെ പരുങ്ങി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം സിനിമയിൽ വലിയ ഹീറോ പരിവേഷമൊക്കെ ആണെങ്കിലും, നമ്മളിപ്പോൾ നിയമസഭയിലാണെങ്കിലും അദ്ദേഹം സ്വാഭാവികമാണ് എഴുതി വെച്ചാണ് വായിക്കുന്നത്. അത് മാത്രമല്ല അദ്ദേഹത്തിന് ചോദ്യങ്ങളെ നേരിടുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഭയിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൂടി ഭാഗമായിട്ടുള്ള സനാതന ധർമ്മത്തെ ഒരാൾ അപഹസിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനോട് പ്രതികരിക്കാൻ കഴിയുന്നില്ല. സനാതന ധർമ്മത്തെ ഇന്ന് കഴിഞ്ഞ ദിവസം ഉദയനിധി സ്റ്റാലിൻ അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയാണ്. സനാതന ധർമ്മം എന്ന് പറയുന്നത് സമൂഹത്തിന് ഒരു ദോഷവും ഉണ്ടാക്കുന്ന ഒന്നല്ല. സനാതന ധർമ്മം എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മഹത്തായ ഒരു കോൺസെപ്റ്റാണ്. അത് തന്നെയാണ് മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് നശിപ്പിക്കണം എന്ന് പറയുന്ന ഉദയനിധി സ്റ്റാലിനെ തിരുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ തടസ്സപ്പെടുത്താനോ ശ്രമിക്കുന്നതിന് പകരം എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന വിജയിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നിലപാടുകൾ ഇല്ലായ്മ ഒരു പ്രശ്നമാണ്. രണ്ടാമത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു ഐഡിയോളജി ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഐഡിയോളജി ഇല്ലാതെ ഒരു വ്യക്തിയുടെ സ്റ്റാർഡം വെച്ച് മാത്രം ഒരു പ്രസ്ഥാനത്തിന് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് പലരും പറയുന്നേക്കാം ഇന്ന് ഐഡിയോളജി ആവശ്യമില്ല, ജെൻസിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് തോന്നലാണ്. ഈ ജെൻസി എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരു വിഭാഗത്തെ കുറിച്ച് മാത്രമാണ്. അത് എല്ലാ കാലത്തിലും ഒരു വിഭാഗം, ഒരു പ്രായത്തിലുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. അരാഷ്ട്രീയവാദികളായിരിക്കാം, രാഷ്ട്രീയത്തെക്കുറിച്ച് ശ്രദ്ധിക്കാത്തവരായിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യം കൊടുക്കാത്തവരായിരിക്കാം. എന്നാൽ അതേ സമൂഹത്തിൽ തന്നെ രാഷ്ട്രീയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു ജനതയുണ്ട്. രാജ്യത്തിന്റെ ചലനങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ട്. രാജ്യത്തിന്റെ പുരോഗതി സ്വപ്നം കാണുന്നവരുണ്ട്. രാജ്യത്തെ ഭരണാധികാരികളുടെ പ്രവർത്തികളെ വിശകലനം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ജെൻസി മാത്രമല്ല നമ്മുടെ ഇന്ത്യ. ഈ മഹാരാജ്യത്ത് വലിയൊരു ജനവിഭാഗം ഇവിടെയുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ നമ്മുടെ DMKയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള തീവ്ര തമിഴ്വാദം. ഈ തമിഴ്വാദം എന്ന് പറയുന്നത് പൊളിഞ്ഞതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ തമിഴ്നാട്ടിലെ സിവിലൈസേഷൻ എന്ന് പറയുന്നതും നോർത്ത് ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നതും വിശാലമായ ഇന്ത്യയുടെ ഒരേ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് ഹസ്തിനപുരിയുടെയും നമ്മുടെ കീഴടിയുടെയും എവിഡൻസ് വെച്ച് നമുക്ക് ഇന്ന് പ്രൂവ് ചെയ്യാൻ കഴിയും. സോ ഇത് രണ്ടും രണ്ടെന്നുമല്ല. പക്ഷേ സ്റ്റാലിനും DMKയും ശ്രമിക്കുന്നത് ഇത് രണ്ടും രണ്ടാണെന്ന് കാണിക്കാനും തമിഴ് കൾച്ചർ ഡിഫറെന്റ് ആണെന്ന് വരുത്തി തീർക്കാനുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്താണ് വിജയുടെ നിലപാട്, എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നതിനൊക്കെ നമുക്ക് വ്യക്തത കുറവുണ്ട്. അദ്ദേഹം ഒരു ഊർജ്ജസ്വലനായ മുഖ്യമന്ത്രിയായിട്ട്, എതിരാളികളെ അടിച്ചിരുത്തുന്ന ശക്തനായ ഒരു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ നമുക്ക് നിയമസഭയിൽ കാണാൻ കഴിയുന്നില്ല. പലപ്പോഴും ദുഃഖിതനായിരിക്കുന്ന, മറുപടിയില്ലാത്ത, അല്ലെങ്കിൽ ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത ധർമ്മസങ്കടത്തിലിരിക്കുന്ന ഒരു വിജയിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് ഏർലി സ്റ്റേജ് ആണ്. അധികാരത്തിൽ വന്ന ഒരു വ്യക്തിയെ, അതും ആദ്യമായി പൊളിറ്റിക്സിലേക്ക് എത്തിയ ഒരാളെ വിശകലനം ചെയ്യാനുള്ള ഒരു സമയമായോ എന്ന് വേണമെങ്കിൽ പലർക്കും തോന്നാം. പക്ഷെ ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ അധികാരത്തിലേക്ക് എത്തുന്ന ആളിന് ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ മുഖ്യമന്ത്രിയായിട്ടൊന്ന് പഠിച്ച് ഞാനൊന്ന് റെഡിയായി വരട്ടെ എന്ന് പറയാനൊന്നുള്ള സമയമില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാരത്തിലേക്ക് എത്തിയ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മികച്ച രീതിയിലുള്ള ഭരണവും തീരുമാനങ്ങളുമാണ്. അവിടെ വിജയി നിരാശപ്പെടുത്തുന്നുണ്ട്.
അതിലൊരു തർക്കവുമില്ല. വിജയ്ക്കൊരു എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതിലുപരിയായിട്ട് അദ്ദേഹം വളരെ ദുഃഖിതനായി തന്നെയാണ് കാണപ്പെടുന്നത്. അതിന്റെ യഥാർത്ഥ റീസൺ ഫാമിലി പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മുഖ്യമന്ത്രി ആയതിന്റെ ഒരു ദുഃഖമാണോ? അതായത് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പോലെ ആക്സിഡന്റൽ CM ആയ ഒരാളാണോ അദ്ദേഹം? എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.